കണ്ണൂർ ജില്ലയിലായിരുന്നു നാടിനെ ഇളക്കിമറിച്ച ദാരുണ സംഭവം അരങ്ങേറിയത്. രാവിലെ ഏകദേശം 10 മണിയോടുകൂടി സ്പിന്നിംഗ് മില്ലിന് സമീപം മണിക്കൂറുകളോളം നിർത്തിയിട്ടിരിക്കുന്ന ഒമ്നി വാൻ കണ്ട് സംശയം തോന്നിയ നാട്ടുകാരിൽ ചിലർ ഒമ്നി വാനിന് സമീപമെത്തി അകത്തേക്ക് നോക്കിയപ്പോഴായിരുന്നു നടുക്കുന്ന ഒരു കാഴ്ച കണ്ടത്. വാനിനുള്ളിൽ ഒരു സ്ത്രീ കഴുത്തറ്റുപോയ നിലയിൽ അസ്വാഭാവികമായ നിലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ഈ സമയത്തായിരുന്നു കൂടി നിന്ന ചില ആളുകൾ പുലർച്ചെ 6 മണി മുതൽ ആ വാൻ അവിടെ കിടക്കുന്നത് തങ്ങൾ കണ്ടു എന്നുള്ള കാര്യം മറ്റുള്ളവരെ അറിയിച്ചത്. വാനിനുള്ളിൽ പിടിവലി നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അകത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സ്ത്രീയുടെ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറിയ അവസ്ഥയിലാണ്. നടുക്കുന്ന ആ കാഴ്ച കണ്ട് ഭയന്നു പോയ നാട്ടുകാർ ഉടൻ തന്നെ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് സംഘം വൈകാതെ തന്നെ വാനിന്റെ ഡോർ തുറന്നു. ആ നിമിഷത്തിൽ തന്നെ നാട്ടുകാരിൽ ചിലർ ആ സ്ത്രീയെ തിരിച്ചറിയുകയും ചെയ്തു. തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയായ ഹേമജ ടീച്ചറാണ് അകത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്നത്. ടീച്ചറുടെ തല പൂർണ്ണമായും അറുത്തുമാറ്റിയ അവസ്ഥയിലാണ്. കഴുത്തിന്റെ ഒരു ഭാഗം ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുകയാണ്. അതിക്രൂരമായി ഹേമജ ടീച്ചർ കൊല്ലപ്പെട്ടിരിക്കുകയാണെന്നുള്ള വാർത്ത നാടാകെ പരന്നു. വിവരമറിഞ്ഞ് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള സംഘം സംഭവസ്ഥലത്തേക്ക് എത്തി. അപ്പോഴേക്കും പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അത് മാത്രവുമല്ല, നാട്ടുകാരെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി പുറത്തു വന്നു. ടീച്ചർ കൊല്ലപ്പെട്ട് കിടക്കുന്നത് ടീച്ചറുടെ തന്നെ ഭർത്താവ് ശശീന്ദ്രന്റെ ഒമ്നി വാനിലാണ്. ഭാര്യയുടെ മരണവിവരം അറിയിക്കുന്നതിനായി പോലീസ് സംഘം ഉടൻ തന്നെ ശശീന്ദ്രന്റെ നമ്പർ കളക്ട് ചെയ്യുകയും ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്തു. എന്നാൽ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ശശീന്ദ്രന്റെ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയതിൽ പോലീസ് സംഘത്തിന് സംശയം തോന്നി. പോലീസുകാർക്ക് സംശയം തോന്നിയ ആ നിമിഷത്തിൽ തന്നെ നാട്ടുകാർ മറ്റു ചില കാര്യങ്ങൾ കൂടി പോലീസിനെ അറിയിച്ചു. തൊട്ട് തലേ ദിവസം വൈകുന്നേരം ശശീന്ദ്രനൊപ്പം ആ ഒമ്നി വാനിൽ ടീച്ചർ പുറത്തേക്ക് പോകുന്നത് കണ്ടു എന്നാണ് നാട്ടുകാർ പോലീസിനെ അറിയിച്ചത്. ടീച്ചറുടെ വീടിരിക്കുന്നതിന് 50 മീറ്റർ ചുറ്റളവിൽ തന്നെ വാനിനുള്ളിൽ ടീച്ചർ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. ശശീന്ദ്രന് എന്ത് സംഭവിച്ചുവെന്ന് പോലീസിന് സംശയം തോന്നി. പോലീസ് സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തേക്ക് എത്തി. വാഹനത്തിനകമാകെ രക്തം ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ്. ടീച്ചറുടെ നഖങ്ങൾക്കിടയിൽ തൊലിയുടെ അംശങ്ങൾ പറ്റിപ്പിടിച്ചതിന്റെ അടയാളമുണ്ട്. വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറിയ അവസ്ഥയിലാണ്. വാനിനുള്ളിൽ ബലപ്രയോഗം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. രക്ഷപ്പെടാൻ ടീച്ചർ ശ്രമം നടത്തിയതിന്റെ എല്ലാ ലക്ഷണങ്ങളും വാഹനത്തിനുള്ളിൽ നിന്നും ഫോറൻസിക് സംഘം കണ്ടെത്തി. വാനിനുള്ളിൽ നിന്നും ഫോറൻസിക് സംഘം പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നതിനിടയിലായിരുന്നു പോലീസ് സംഘം മറ്റൊരു കാഴ്ച കണ്ടത്. ആ വാൻ നിർത്തിയിട്ടിരിക്കുന്നതിന് സമീപത്ത് കുറച്ച് മണ്ണ് കൂടി കിടപ്പുണ്ട്. അവിടെ 2-ലധികം ആളുകളുടെ കാൽപ്പാടുകൾ പോലീസ് സംഘം കണ്ടെത്തി. പോലീസ് അന്വേഷണത്തിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണലിന്റെ ഭാഗത്ത് ആ കാൽപാദങ്ങൾ പതിഞ്ഞതിന് ശേഷം മറ്റാരും ആ പ്രദേശത്തേക്ക് ചെന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യം നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളുടെ കാൽപാദങ്ങൾ തന്നെയാകാം അവിടെ പതിഞ്ഞിരിക്കുന്നതെന്ന് പോലീസ് പ്രാഥമിക നിഗമനത്തിലെത്തി. വിവരമറിഞ്ഞ് നിരവധി പേർ ആ പ്രദേശത്ത് തടിച്ചുകൂടിയെങ്കിലും മണ്ണ് കൂടിക്കിടക്കുന്ന ഭാഗത്തേക്ക് ആരും തന്നെ പോയിട്ടില്ല. അത് പോലീസുകാർക്ക് ഗുണകരമായി തീരുകയും ചെയ്തു. പ്രതികളുടേതാകാൻ സാധ്യതയുള്ള കാൽപാദങ്ങളുടെ അടയാളങ്ങളൊക്കെ വിദഗ്ധർ ശേഖരിച്ചു തുടങ്ങി. വൈകുന്നേരം ഭർത്താവായ ശശീന്ദ്രനൊപ്പം ഒമ്നി വാനിൽ ആ സ്ത്രീ പുറത്തേക്ക് പോയതിന് ദൃക്സാക്ഷികളുണ്ട്. പിന്നീട് ടീച്ചർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതായിരുന്നു പോലീസിന് സംശയം തോന്നിയ കാര്യം. എത്രയും വേഗം ശശീന്ദ്രനെ കണ്ടെത്താൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു. ഇതിനിടയിൽ ഫോറൻസിക് സംഘത്തിന്റെ ഭാഗത്തു നിന്നും ചില വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചു. ശശീന്ദ്രനും ഭാര്യ ഹേമജയ്ക്കും പുറമെ മറ്റൊരാൾ കൂടി ആ വാനിനുള്ളിൽ ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ വിരലടയാളവും വാനിനുള്ളിൽ പതിഞ്ഞിട്ടുണ്ട്. ആരാണ് ആ മൂന്നാമൻ? ആ മൂന്നാമൻ ഒരുപക്ഷെ ശശീന്ദ്രനെയും കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്നും കടന്നു കളഞ്ഞോ എന്ന് പോലീസിന് സംശയം തോന്നി. വാനിനുള്ളിൽ വിശദമായ പരിശോധന നടത്തിയപ്പോൾ മറ്റു ചില കാഴ്ചകൾ കൂടി പോലീസ് സംഘം കണ്ടു. എവിടെയോ യാത്ര പോകുന്നതിനായി ഹേമജ ടീച്ചർ ചില വസ്ത്രങ്ങളൊക്കെ ഒരു ബാഗിനുള്ളിലാക്കി വാനിൽ വെച്ചിരിക്കുന്ന കാഴ്ചയായിരുന്നു അത്. ബാഗിനുള്ളിൽ പരിശോധന നടത്തിയപ്പോൾ ഒഴിഞ്ഞ ഒരു ആഭരണപ്പെട്ടി കൂടി പോലീസ് സംഘത്തിന് കിട്ടി. ഹേമജ ടീച്ചറിനെയും ഭർത്താവിനെയും കൊലപ്പെടുത്തിയ ശേഷം ടീച്ചറുടെ ആഭരണങ്ങളുമായി മൂന്നാമൻ കടന്നു കളഞ്ഞതായിരിക്കാമെന്ന് പോലീസ് സംഘം വിലയിരുത്തി. ആ ആഭരണപ്പെട്ടിക്കുള്ളിൽ യഥാർത്ഥത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നോ എന്നറിയണമെങ്കിൽ വിവരശേഖരണം നടത്തേണ്ടി വരും. ആ വിവരശേഖരണത്തിലേക്ക് പോലീസ് സംഘം കടക്കുന്നതിനിടയിലാണ് ഹേമജയുടെ ബന്ധുക്കളൊക്കെ സംഭവസ്ഥലത്തേക്ക് എത്തിയത്. ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് ബന്ധുക്കൾ പോലീസുകാരെ അറിയിച്ചത്. ഹേമജ ടീച്ചറിന് പുറമെ അവരുടെ അനുജത്തിയുടെ കൂടി ആഭരണങ്ങൾ ഹേമജയുടെ ലോക്കറിലുണ്ടായിരുന്നു. ടീച്ചറുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നേരത്തെ അനുജത്തിയുടെ കയ്യിൽ നിന്നും കുറച്ച് ആഭരണങ്ങൾ ഹേമജ ടീച്ചർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവയൊക്കെ തിരിച്ചെടുത്ത് കൊടുക്കുകയും പിന്നീട് അത് ഹേമജയുടെ ലോക്കറിൽ തന്നെ വെച്ചുകൊള്ളാൻ അനുജത്തി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ലോക്കറിലുണ്ടായിരുന്ന ആഭരണങ്ങൾ ഹേമജ എടുത്തുകൊണ്ടുവരുന്ന വഴിയിൽ വെച്ചാണോ അപകടമുണ്ടായതെന്നും പോലീസിന് സംശയം തോന്നി. എന്നിരുന്നാലും ആ രാത്രിയിൽ ബാങ്ക് ലോക്കറിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾ എന്നാണ് ബാങ്കിൽ നിന്ന് എടുത്തതെന്ന് ഒരു അന്വേഷണം നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചു. പോലീസ് സംഘത്തിന്റെ അന്വേഷണം ഊർജിതമാകുന്നതിനിടയിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഹേമജ ടീച്ചറുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ടീച്ചറുടെ മരണത്തിൽ സർക്കാർ ഇടപെട്ടതോടുകൂടി അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് മാറ്റി നൽകി. ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണത്തിനെ പല ഘട്ടങ്ങളായി തിരിക്കുകയും അന്വേഷണ ചുമതല വിദഗ്ധരടങ്ങുന്ന വിവിധ ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകുകയും ചെയ്തു.
ആ രാത്രി അതുവഴി കടന്നുപോയ വ്യക്തികളുടെയും വാഹനങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ഒരു സംഘം പോലീസുകാർക്ക് നൽകിയ ജോലി. ശശീന്ദ്രനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിനായി ഒരു സംഘം പോലീസുകാർക്ക് ചുമതല നൽകി. അതോടൊപ്പം തന്നെ ശശീന്ദ്രന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണെങ്കിൽ പോലും അയാളുടെ ഫോണിലേക്ക് അതിനു മുൻപ് വരെ എത്തിയ കോളുകളെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ സൈബർ സെല്ലിന് നിർദ്ദേശവും നൽകി. ശശീന്ദ്രന്റെ വീട്ടിലെത്തിയ പോലീസ് സംഘം അയൽവാസികളെയൊക്കെ ചോദ്യം ചെയ്തു തുടങ്ങി. അയൽവാസികളെ ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഏതാനും ദിവസങ്ങളായി ശശീന്ദ്രന്റെ പറമ്പിൽ ഒരു കുഴി കുഴിക്കുന്ന കാഴ്ച അയൽവാസികളിൽ ചിലർ കണ്ടിരുന്നു. കുഴിയെടുത്തത് ശശീന്ദ്രനും അയാളുടെ ഒരു സുഹൃത്തും ചേർന്നാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശശീന്ദ്രനൊപ്പം ഒരു സുഹൃത്തു കൂടി ആ വീട്ടിലേക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതേ സമയം തന്നെ മറ്റൊരു സംഘം പോലീസുകാർ ഹേമജ ടീച്ചർ ജോലി ചെയ്തിരുന്ന സ്കൂളിലെത്തിയും ഒരു അന്വേഷണം നടത്തി. സഹപ്രവർത്തകരെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഹേമജ ടീച്ചർ എന്തോ വലിയ ടെൻഷനിലായിരുന്നു എന്നും ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് തങ്ങൾക്ക് സംശയമെന്നും ജീവനക്കാർ പോലീസുകാരെ അറിയിച്ചു. സഹപ്രവർത്തകരൊക്കെ അക്കാര്യത്തെക്കുറിച്ച് ടീച്ചറോട് കൂടുതൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശശീന്ദ്രന് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ട്. ബാധ്യതകൾ തീർക്കുന്നതിനായി ടീച്ചർ തന്റെ ലോക്കറിലുള്ള ആഭരണങ്ങളും അനുജത്തിയുടെ ആഭരണങ്ങളുമൊക്കെ ഭർത്താവിന് എടുത്തു നൽകണമെന്ന് അയാൾ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് ടീച്ചർ സഹപ്രവർത്തകരെ അന്ന് അറിയിച്ചത്. ആഭരണത്തിന് പുറമെ കൈവശമുള്ള പണം കൂടി ഭർത്താവ് ശശീന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ലോക്കറിലുള്ള ആഭരണങ്ങൾ എടുത്തു നൽകുന്നതിന് ടീച്ചർക്ക് തീരെ താല്പര്യവുമില്ല. ലോക്കറിലുള്ള ആഭരണങ്ങൾ ടീച്ചറിന് എടുത്തു നൽകാൻ താല്പര്യമില്ലെങ്കിൽ അന്ന് രാത്രിയിൽ ഒമിനി വാനിൽ എങ്ങനെയാണ് ആഭരണപ്പെട്ടികൾ വന്നതെന്ന് പോലീസിന് സംശയം തോന്നി. ഹേമജ ടീച്ചറുടെയും ഹസ്ബൻഡിന്റെയും പേരിലാണ് ബാങ്കിൽ ലോക്കർ ഉള്ളത്. അത് തുറക്കണമെങ്കിൽ അവരിൽ ആരുടെയെങ്കിലും സഹായം കൂടി ഉണ്ടാകണം. ശശീന്ദ്രനെ എത്രയും വേഗം കണ്ടെത്താതെ അന്വേഷണം മുൻപോട്ട് പോകില്ല എന്ന് തന്നെ പോലീസ് സംഘത്തിന് ഉറപ്പായി. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ടീച്ചറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. ടീച്ചറുടെ കഴുത്ത് പൂർണ്ണമായും അറുത്തു മാറ്റിയിരിക്കുകയാണ്. ആയുധം ഉപയോഗിച്ച് കഴുത്ത് വെട്ടിമുറിക്കുന്നതിന് മുൻപായി ക്ലോറോഫോം ഉപയോഗിച്ച് ടീച്ചറെ ബോധം കെടുത്തിയിട്ടുണ്ട്. ക്ലോറോഫോമിന്റെ സാന്നിധ്യം നേരത്തെ തന്നെ ഫോറൻസിക് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ കണ്ടെത്തൽ സത്യമായിരിക്കുകയാണ്. എന്നാൽ ക്ലോറോഫോം ഉപയോഗിച്ച് ടീച്ചറെ മയക്കാൻ ശ്രമിച്ചെങ്കിലും ടീച്ചർ പൂർണ്ണമായും മയങ്ങിയിട്ടില്ല എന്ന് വാനിനകത്ത് നടന്ന രംഗങ്ങൾ സൂചിപ്പിക്കുകയാണ്. വാനിനകത്ത് പിടിവലി നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പൂർണ്ണമായും മയക്കത്തിലേക്ക് പോകാത്തതുകൊണ്ട് ടീച്ചർ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരിക്കുകയാണെന്ന് പോലീസ് വിലയിരുത്തി. ക്ലോറോഫോം ഉപയോഗിച്ച് മയക്കിയ ശേഷമാണ് ടീച്ചറെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായതോടുകൂടി പോലീസ് സംഘം അവരുടെ അന്വേഷണം പൂർണ്ണമായും ഭർത്താവ് ശശീന്ദ്രനിലേക്ക് കേന്ദ്രീകരിച്ചു. ശശീന്ദ്രന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമൊക്കെ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലേക്കായി. ആ വ്യക്തികളുടെയൊക്കെ ഫോൺ നമ്പറുകൾ പോലീസ് സംഘം സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്നതിനിടയിലാണ് ആ നമ്പറുകളിൽ ഒന്നിലേക്ക് ഒരു കോൾ എത്തുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കോൾ വിളിച്ചിരിക്കുന്ന വ്യക്തിയുടെ നമ്പർ നേരത്തെ തന്നെ പോലീസ് സംഘം നോട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അത് ശശീന്ദ്രന്റെ കോൾ ഡേറ്റ ഹിസ്റ്ററിയിലുള്ള വ്യക്തിയുടെ നമ്പർ തന്നെയാണ്. കോൾ വിളിച്ച വ്യക്തിയുടെ പേര് TN ശശി എന്നാണ്. ശശി എന്ന വ്യക്തിയെക്കുറിച്ച് പോലീസ് സംഘത്തിന് നേരത്തെ തന്നെ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ വിവരമനുസരിച്ച് നേരത്തെ ഹേമജ ടീച്ചറുടെ വീട്ടിൽ കുഴിയെടുക്കുന്നതിന് ഭർത്താവിനൊപ്പം ഉണ്ടായിരുന്നതും ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് വന്നു പോകാറുള്ളതുമൊക്കെ ഇതേ ശശി തന്നെയാണ്. ഇതേ ശശി തന്നെ തന്റെ വീട്ടിലിരുന്ന് ഭർത്താവ് ശശീന്ദ്രനുമായി ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു എന്നുള്ള വിവരം ഒരു സംശയം പോലെ ഹേമജ ടീച്ചർ നേരത്തെ ഏറ്റവും അടുപ്പമുള്ള സ്കൂളിലെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. ആ സുഹൃത്തുക്കൾ അക്കാര്യം ഒരു മൊഴിയായി പോലീസിന് മുൻപാകെ നൽകുകയും ചെയ്തു. എന്തോ ഒരു രഹസ്യ ചർച്ച ഭർത്താവ് ശശീന്ദ്രനും സുഹൃത്ത് ശശിയും തമ്മിൽ വീട്ടിൽ നടത്തുന്നതായി ടീച്ചർക്ക് സംശയമുണ്ട്. ടീച്ചറെ കാണുന്ന ഘട്ടത്തിലൊക്കെ അവരവരുടെ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യാറുണ്ട്. എന്ത് കാര്യമാണ് അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നതെന്ന് ടീച്ചർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ പുതിയതായി തുടങ്ങാൻ പോകുന്ന പശു ഫാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും ഫാം നടത്തുന്നതിന്റെ ഭാഗമായി വീടിന്റെ പറമ്പിൽ ഒരു കുഴിയെടുക്കുന്നതിനെ കുറിച്ചുമൊക്കെ ശശിയും ശശീന്ദ്രനും ആ സമയത്ത് ടീച്ചറോട് പറഞ്ഞിരുന്നു. അങ്ങനെ വീടിന്റെ പറമ്പിൽ ഒരു കുഴിയെടുത്ത കാര്യവുമൊക്കെ ടീച്ചർ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ശശിയുടെ നമ്പർ കിട്ടിയതോടുകൂടി ശശിയുടെ കോൾ ഡേറ്റ റെക്കോർഡുകൾ പരിശോധിച്ച പോലീസ് സംഘത്തിന് ശശി നിലവിൽ കണ്ണൂർ ജില്ലയിലല്ല എന്നും കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്താണ് ഉള്ളതെന്നും പോലീസ് സംഘത്തിന് വ്യക്തമായി. ടവർ ലൊക്കേഷൻ അനുസരിച്ച് പേരാമ്പ്ര ഭാഗത്തുള്ള TN ശശിയെ ലൊക്കേറ്റ് ചെയ്യാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു. കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം കോഴിക്കോടുള്ള സ്റ്റേഷനിലും വിവരം അറിയിച്ചു. ഇതിനിടയിൽ പശുക്കടവ് ഭാഗത്ത് അപരിചിതനായ ഒരു വ്യക്തിയെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ പ്രദേശത്തൊക്കെ കാണുന്നു എന്നുള്ള വിവരം നാട്ടുകാരൊക്കെ പേരാമ്പ്ര സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. പേരാമ്പ്ര ഭാഗത്ത് TN ശശി ഒളിവിൽ കഴിയുന്നു എന്നുള്ള വിവരം അങ്ങനെയാണ് കണ്ണൂർ പോലീസിന് ലഭിച്ചത്. പശുക്കടവ് ഭാഗത്ത് ഒളിവിൽ കഴിയുന്നത് TN ശശി തന്നെയാണോ എന്നൊന്ന് ഉറപ്പിക്കുന്നതിനായി പോലീസ് സംഘം പശുക്കടവ് ഭാഗം മുഴുവൻ വളയുകയും ചെയ്തു. ആ പ്രദേശം മുഴുവൻ വളഞ്ഞ പോലീസ് സംഘത്തിന് അവിടെ നിന്നും ഒരു വ്യക്തിയെ കിട്ടി. അത് സാക്ഷാൽ ശശി തന്നെയാണ്. കണ്ണൂരിലുള്ള ശശി മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം കോഴിക്കോട് ഭാഗത്ത് എന്തിനു വന്ന് താമസിക്കുന്നു എന്ന് പോലീസ് ചോദിച്ചപ്പോൾ തന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ വിവരം താൻ അറിഞ്ഞിരുന്നില്ല എന്നും അത് അറിഞ്ഞ സമയത്ത് താൻ ഫോൺ ചാർജ് ചെയ്തിരുന്നു എന്നും ഫോണിന് ചാർജ് നിൽക്കാത്തതുകൊണ്ട് അത് ഓഫായി പോകുന്നതാണെന്നുമൊക്കെ ശശി ആദ്യഘട്ടത്തിൽ പോലീസിനോട് പറഞ്ഞു. എന്നിരുന്നാലും TN ശശിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. അധികം വൈകാതെ തന്നെ ശശിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വന്നു.
ശശി തുറന്നു പറഞ്ഞത് സാക്ഷാൽ ഡിങ്കൻ ശശി എന്നൊരു വ്യക്തിയെക്കുറിച്ചാണ്. ഹേമജ ടീച്ചറുടെ ഭർത്താവ് ശശീന്ദ്രനെ TN ശശി വിളിക്കുന്നത് ഡിങ്കൻ ശശി എന്നാണ്. ടീച്ചറുടെ ഭർത്താവ് ഡിങ്കൻ ശശിയും TN ശശിയും തമ്മിൽ സുഹൃത്തുക്കളാണ്. അവരൊരു ബിസിനസ് തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. അവരുടെ ബിസിനസ് ഒരു മോഷണമാണ്. ഹേമജ ടീച്ചറുടെ ലോക്കറിലുള്ള സ്വർണവും പണവും മോഷ്ടിക്കാനാണ് ഡിങ്കൻ ശശിയും അയാളുടെ സുഹൃത്ത് ശശിയും ചേർന്ന് തീരുമാനിച്ചത്. ടീച്ചറുടെ ലോക്കർ തുറക്കുന്നതിനുള്ള അവകാശം ഭർത്താവ് കൂടിയായ ഡിങ്കൻ ശശിക്കുണ്ട്. പിന്നെ എന്തിന് ലോക്കറിൽ നിന്നും മോഷണം നടത്തണമെന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം. ടീച്ചറുടെ ലോക്കറിലെ സ്വർണവും പണവും മോഷ്ടിക്കാൻ ശശീന്ദ്രൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ പ്ലാൻ വിജയിക്കുന്ന സാഹചര്യത്തിൽ മോഷണ മുതലിന്റെ ഒരു ഭാഗം സുഹൃത്തായ ശശിക്ക് നൽകാമെന്നും ഡിങ്കൻ ശശി എന്ന ശശീന്ദ്രൻ ഉറപ്പു നൽകി. ഒരുപാട് കടബാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഭാര്യയുടെ സ്വർണം മോഷ്ടിക്കാൻ ഡിങ്കൻ ശശി ഒരു തീരുമാനമെടുത്തത്. തന്റെ ആവശ്യങ്ങൾ നേരത്തെ തന്നെ ഭർത്താവ് ടീച്ചറെ അറിയിച്ചതാണ്. എന്നാൽ ഒരു കാരണവശാലും ലോക്കറിലുള്ള തന്റെയും തന്റെ അനുജത്തിയുടെയും സ്വർണം ഭർത്താവിന് നൽകുകയില്ല എന്ന് ടീച്ചർ പിടിവാശി പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടീച്ചർ അറിയാതെ തന്നെ, എന്നാൽ ടീച്ചർ കേസ് കൊടുക്കാത്ത തരത്തിൽ ആ സ്വർണവും പണവും ഒക്കെ മോഷ്ടിക്കാൻ തന്നെ ഭർത്താവ് ശശീന്ദ്രൻ സുഹൃത്തിനൊപ്പം ചേർന്ന് തീരുമാനമെടുത്തു. അങ്ങനെയാണ് അവരൊരു പ്ലാൻ തയ്യാറാക്കിയത്. സ്വർണവും പണവും ഒക്കെയായി ടീച്ചർ തന്റെ കാമുകനൊപ്പം ആ നാട്ടിൽ നിന്നും ഒളിച്ചോടി പോവുകയാണെന്നുള്ള ഒരു വാർത്ത നാട്ടിൽ പ്രചരിപ്പിക്കാൻ തന്നെ ഭർത്താവ് ഡിങ്കൻ ശശിയും സുഹൃത്തും ചേർന്ന് തീരുമാനിച്ചു. ടീച്ചർ ഒളിച്ചോടിപ്പോയി എന്ന് നാട്ടിൽ വാർത്ത പരക്കുന്നതോടുകൂടി ഭർത്താവായ ശശീന്ദ്രൻ പോലീസിൽ ഒരു പരാതിയും നൽകും. എന്നാൽ സ്വാഭാവികമായും കേസന്വേഷണം നടത്തുമ്പോൾ ടീച്ചറെ പോലീസ് സംഘം കണ്ടെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചറെ ഒളിപ്പിക്കാനും ഇരുവരും ചേർന്നൊരു തീരുമാനമെടുത്തു. അതിനായി തറവാട് വീടിന്റെ പിൻഭാഗത്ത് വലിയൊരു കുഴിയെടുക്കുകയും ചെയ്തു. പറമ്പിൽ വലിയൊരു കുഴിയെടുക്കുന്നതിനെപ്പറ്റി നാട്ടുകാർ ചോദിച്ചപ്പോൾ തങ്ങൾ തുടങ്ങാൻ പോകുന്ന പശുഫാമിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് കുഴിയെടുക്കുന്നതെന്ന് ശശീന്ദ്രനും ശശിയും നാട്ടുകാരെ അറിയിച്ചു. ടീച്ചറെ കൊലപ്പെടുത്തി തറവാട് വീടിന് പിന്നാമ്പുറത്തുള്ള കുഴിയിൽ ഒളിപ്പിക്കാനാണ് ശശീന്ദ്രനും സുഹൃത്തും തീരുമാനിച്ചത്. ടീച്ചറെ കുഴിയിലിട്ട് മൂടിയ ശേഷം അതിനു മുകളിൽ ചാണകം വാരി നിറച്ചു കഴിഞ്ഞാൽ പിന്നീട് ദുർഗന്ധം പുറത്തേക്ക് വരികയില്ല. ടീച്ചർ കാമുകനൊപ്പം ഒളിച്ചോടി പോയി എന്ന് നാട്ടുകാർ വിശ്വസിക്കുകയും ചെയ്യും. ലോക്കറിലുള്ള സ്വർണവും പണവും ഒക്കെ എടുത്താണ് ടീച്ചർ കാമുകനൊപ്പം നാടുവിട്ടു പോയതെന്ന് നാട്ടുകാരും പോലീസും വിശ്വസിക്കുന്നതോടുകൂടി ടീച്ചറെക്കുറിച്ച് പോലീസ് സംഘം പല സ്ഥലങ്ങളിലും അന്വേഷണം നടത്തി. ഒടുവിൽ അന്വേഷണം എങ്ങുമെത്താതെ അവസാന ഘട്ടത്തിലെത്തുമെന്നും ശശി വിശ്വസിച്ചു. ഇതിനിടയിൽ എല്ലാ കാര്യത്തിലും നോമിനിയായ ഭർത്താവ് കൂടിയായ ശശീന്ദ്രന് ടീച്ചറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുകയും ചെയ്യും. കിട്ടുന്ന പണം എത്രയായാലും അതിന്റെ ഒരു ഭാഗം തന്റെ കൂട്ടുകാരൻ കൂടിയായ TN ശശിക്ക് കൊടുക്കാമെന്നും ശശീന്ദ്രൻ വാക്ക് നൽകിയിട്ടുണ്ട്. പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് രണ്ട് ശശിമാരും ചേർന്ന് വളക്കുഴി കുഴിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും ടീച്ചർ അവിടേക്കൊക്കെ കയറി വരുന്ന സമയത്ത് അവരവരുടെ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യും. ഇവർ തമ്മിൽ എന്താണ് ഇത്രമാത്രം ചർച്ച ചെയ്യുന്നതെന്ന് ടീച്ചർക്കും പലപ്പോഴും സംശയം തോന്നി. തങ്ങൾ തുടങ്ങാൻ പോകുന്ന പുതിയ ഫാമിനെക്കുറിച്ചാണെന്ന് പറഞ്ഞ് ടീച്ചറെ അവരിരുവരും ചേർന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പ്ലാൻ ചെയ്തതനുസരിച്ച് ആ ദിവസം വന്നെത്തിയത്. സംഭവം നടന്ന ദിവസം വൈകുന്നേരം തനിക്ക് വയറുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വയറിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഡിങ്കൻ ശശി എന്ന ശശീന്ദ്രൻ ഹേമജ ടീച്ചറിന്റെ മുൻപിൽ വെച്ച് അഭിനയിക്കുകയും നിലത്ത് കിടന്ന് ഉരുളുകയും ഒക്കെ ചെയ്തു. നന്നായി വയറുവേദന എടുക്കുന്നു എന്നുള്ള കാര്യം ഹേമജ ടീച്ചറെ വിശ്വസിപ്പിക്കാൻ ആ അഭിനയ പ്രകടനത്തിലൂടെ ഡിങ്കൻ ശശിക്ക് കഴിയുകയും ചെയ്തു. ഈ സമയം ഡിങ്കൻ ശശിയെയും ഭാര്യ ഹേമജ ടീച്ചറെയും കാത്ത് വഴിയരികിൽ TK ശശി നിൽപ്പുണ്ടായിരുന്നു. തന്റെ ഭർത്താവ് ഡിങ്കന് വയറുവേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഹേമജ ടീച്ചർക്ക് മനസ്സിലായി. ആ നിമിഷത്തിൽ തന്നെ ആ സ്ത്രീ ഭർത്താവിനോട് ഒരുമിച്ച് ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറയുകയും ഇരുവരും ചേർന്ന വേഗത്തിൽ വാനിലേക്ക് കയറി അവിടെ നിന്നും പുറപ്പെടുകയും ചെയ്തു. വഴിയിൽ സാക്ഷാൽ TN ശശി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വാൻ കണ്ടപ്പോൾ തന്നെ TN ശശി കൈ കാണിക്കുകയും എന്തു പറ്റിയെന്ന് അന്വേഷിക്കുകയും ചെയ്തു. തനിക്ക് വയറുവേദനയാണെന്നും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നും ഡിങ്കൻ ശശി പറഞ്ഞതോടുകൂടി താനും കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് TN ശശിയും ആ വാഹനത്തിനുള്ളിലേക്ക് ചാടിക്കയറി. വാഹനത്തിന്റെ മുൻസീറ്റിലാണ് ടീച്ചറും ഭർത്താവും ഇരിക്കുന്നത്. പിൻസീറ്റിലിരിക്കുന്ന TN ശശി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കൈവശമുണ്ടായിരുന്ന ക്ലോറോഫോം ഒരു പഞ്ഞിയിലേക്ക് ഒഴിക്കുകയും പിൻസീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ മുൻസീറ്റിലിരിക്കുന്ന ടീച്ചറുടെ വായും മൂക്കും അപ്രതീക്ഷിതമായി പൊത്തിപ്പിടിക്കുകയും ചെയ്തു. സന്ധ്യ കഴിഞ്ഞതുകൊണ്ട് തന്നെ പ്രദേശമാകെ ഇരുട്ട് പടർന്നിരുന്നു. ആളൊഴിഞ്ഞൊരു ഭാഗത്തെത്തിയപ്പോഴായിരുന്നു ടീച്ചറുടെ വായും മൂക്കും ചേർത്ത് TN ശശി പൊത്തിപ്പിടിച്ചത്. ഈ സമയം തന്നെ ആളൊഴിഞ്ഞൊരു ഭാഗത്തേക്ക് ഡിങ്കൻ വാഹനം ഒതുക്കുകയും ചെയ്തു. നിഷ്പ്രയാസം ടീച്ചറെ മയക്കി കിടത്താമെന്നാണ് ഡിങ്കനും സുഹൃത്തും വിചാരിച്ചത്. എന്നാൽ അവരെ ഇരുവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ടീച്ചർ TN ശശിയെ തള്ളി പിന്നിലേക്കിട്ടു. ഈ സമയത്തായിരുന്നു കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഭർത്താവ് കൂടിയായ ഡിങ്കൻ ശശി ടീച്ചറുടെ കഴുത്തിനും പുറത്തേക്ക് വെട്ടിയത്. ഇതിനിടയിൽ രണ്ട് ശശിമാരുടെയും പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ടീച്ചർ ശരിക്കും പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് ടീച്ചറുടെ വസ്ത്രങ്ങളൊക്കെ കീറിപ്പോയത്. ദേഷ്യം വന്ന ഡിങ്കൻ ശശി കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ടീച്ചറുടെ കഴുത്തിലേക്ക് വീണ്ടും വീണ്ടും തുരുതുര വെട്ടുകയും ചെയ്തു. TN ശശി നടന്ന കാര്യങ്ങൾ ഓരോന്നായി പോലീസുകാരെ അറിയിച്ചു. ടീച്ചറുടെ മൃതദേഹം തറവാട് വീടിന് പിൻഭാഗത്ത് കുഴിച്ച ആ കുഴിയിൽ കൊണ്ടുപോയി ഇടാനായിരുന്നു ഇരുവരും ചേർന്ന് തീരുമാനിച്ചത്. വാഹനം അവിടെ നിന്നും ശശീന്ദ്രന്റെ തറവാട്ട് വീട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു. എന്നാൽ വഴിമധ്യേ ആ വാഹനത്തിലുണ്ടായ കാഴ്ചകളും അകത്ത് ചിതറിയിരിക്കുന്ന രക്തവുമൊക്കെ കണ്ട്
TN ശശിക്ക് ആകെ വെപ്രാളമായി. ആകെ പരിഭ്രാന്തിയിലായ TN ശശി വാഹനം നിർത്താൻ ഡിങ്കനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വാഹനം നിർത്തിയ നിമിഷത്തിൽ തന്നെ ഡിങ്കനെ അമ്പരപ്പിച്ചുകൊണ്ട് TN ശശി വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തു. കൊല്ലപ്പെട്ട നിലയിൽ ഹേമജ ടീച്ചർ ആ വാഹനത്തിനകത്തുള്ളപ്പോഴാണ് TN ശശി അതിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത്. പിന്നീട് TN ശശി ഡിങ്കൻ ശശിയെ കോൺടാക്ട് ചെയ്തിട്ടേയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ ശേഷം TN ശശി അവിടെ നിന്നും കോഴിക്കോട്ടേക്കാണ് പോയത്. കോഴിക്കോട് ഭാഗത്ത് തന്റെ ഒരു സുഹൃത്തിന്റെ അടുത്തേക്കാണ് TN ശശി പോയത്. പിന്നീടുള്ള കാര്യങ്ങളൊന്നും TN ശശിക്ക് അറിവുള്ളതുമല്ല. TN ശശിയുടെ മൊഴി അനുസരിച്ച് പോലീസ് സംഘത്തിന് ഒരു കാര്യം വ്യക്തമാണ്. കൊലപാതകം നടത്തിയിരിക്കുന്നത് ഹേമജയുടെ ഭർത്താവ് ഡിങ്കൻ ശശി തന്നെയാണ്. ശശി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സംശയം തോന്നിയ പോലീസ് സംഘം മറ്റു ചില കാര്യങ്ങൾ കൂടി ശശിയോട് ചോദിച്ചു. വയറുവേദന അഭിനയിച്ച് ഡിങ്കൻ ശശി വണ്ടിയിലേക്ക് കയറുന്നതിനിടയിൽ ടീച്ചറുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അടങ്ങിയ ബാഗ് എങ്ങനെ വണ്ടിക്കുള്ളിൽ ശശി ഒളിപ്പിച്ചു എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം. ലോക്കറിന്റെ നോമിനി കൂടി ആയതുകൊണ്ട് തന്നെ ശശീന്ദ്രന് ലോക്കറിൽ നിന്നും ആഭരണങ്ങൾ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ടീച്ചർ അറിയാതെ തന്നെ ടീച്ചറിന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഒരു ബാഗിലാക്കി വാഹനത്തിനുള്ളിൽ നേരത്തെ തന്നെ ശശീന്ദ്രൻ തയ്യാറാക്കി വെച്ചിരുന്നു. TN ശശിയുടെ മൊഴി അനുസരിച്ച് പോലീസ് സംഘം സാക്ഷാൽ ഡിങ്കൻ ശശിക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡിങ്കൻ ശശിക്ക് വേണ്ടി കേരളത്തിനകത്തും പുറത്തും തിരച്ചിൽ നടത്തി. മഹാരാഷ്ട്രയിലും കർണാടകത്തിലുമൊക്കെ ഡിങ്കൻ ശശിക്ക് ബന്ധങ്ങളുണ്ടെന്ന് പോലീസ് സംഘം മനസ്സിലാക്കിയ എല്ലാ സ്ഥലത്തും പോലീസ് സംഘം അന്വേഷണവുമായി എത്തി. പല സ്ഥലങ്ങളിലും ഡിങ്കൻ ശശിയെ കണ്ടു എന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പല ഹോട്ടലുകളിലും പോലീസ് സംഘം എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ഡിങ്കനെ അവിടെയെങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഡിങ്കനെ തേടിയുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം എങ്ങും എത്താതെ വന്ന സാഹചര്യത്തിൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പ്രഷർ മൂലം സർക്കാർ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് സംഘം TN ശശിയെ മുൻനിർത്തി അതിവേഗം തന്നെ അന്വേഷണം ആരംഭിച്ചു. എത്രയും വേഗം ശശീന്ദ്രൻ കീഴടങ്ങിയില്ല എങ്കിൽ അയാളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ക്രൈംബ്രാഞ്ച് സംഘം പുറപ്പെടുവിച്ചത്. ഒരുപാട് സ്ഥലത്ത് ക്രൈംബ്രാഞ്ച് സംഘം പല രീതിയിലും അന്വേഷണം നടത്തിയെങ്കിലും അതിലൊന്നും ശശീന്ദ്രൻ വീണില്ല. ഡിങ്കൻ ശശി നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷനായിരിക്കുകയാണെന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് വ്യക്തമായി. എന്നാൽ ഡിങ്കൻ ശശി വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് സംഘം പ്രത്യേക നോട്ടീസുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ സുഹൃത്തുക്കളുടെ സഹായത്തിൽ പല സ്ഥലങ്ങളിലും വ്യാജ ഐഡിയിലും അഡ്രസ്സിലുമൊക്കെ ഡിങ്കൻ താമസിക്കുകയാണെന്ന് തന്നെ പോലീസ് സംഘം വിലയിരുത്തി. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റേഷനുകളിലും പോർട്ടുകളിലും എയർപോർട്ടുകളിലുമൊക്കെ ഡിങ്കൻ ശശിയുടെ മുഖം വെച്ച് ലുക്കൌട്ട് നോട്ടീസുകൾ പോലീസ് സംഘം അടിച്ചിറക്കി. എന്നിട്ടും ശശിയെ പിടികൂടാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല. ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇതിനിടയിൽ ഹേമജ ടീച്ചറുടെ ബന്ധുക്കൾ അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു. ആക്ഷൻ കൗൺസിലിന്റെ സഹായത്തോടുകൂടി ഹേമജയുടെ പിതാവ് ഹൈക്കോടതിയിൽ കേസ് നൽകുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് സംഘം അവരുടെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്തതോടുകൂടി അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് ഹൈക്കോടതിക്ക് വ്യക്തമായി. അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്നും അന്വേഷണത്തെ ക്രൈംബ്രാഞ്ച് സംഘം അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും കോടതി പരാതിക്കാരെ അറിയിച്ചു. നാളുകൾ കടന്നുപോയിട്ടും ഡിങ്കൻ ശശിയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിയാത്ത സാഹചര്യത്തിൽ രണ്ടാം പ്രതിയായ TN ശശി തനിക്ക് ജാമ്യം വേണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചു. ഒന്നാം പ്രതിയും യഥാർത്ഥ പ്രതിയും ഹേമജ ടീച്ചറുടെ ഭർത്താവ് ഡിങ്കൻ ശശി തന്നെയാണ്. ഒന്നാം പ്രതിയെ പിടികിട്ടിയിട്ട് പോരെ രണ്ടാം പ്രതിയായ തന്നെ ശിക്ഷിക്കുന്നതെന്നായിരുന്നു TN ശശിയുടെ ആവശ്യം. ഒന്നാം പ്രതിയായ ഡിങ്കൻ ശശിയെ കിട്ടിയെങ്കിൽ മാത്രമേ വിചാരണ ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതുവരെയും തന്നെ തടവിൽ പാർപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ള ശശിയുടെ വാദത്തെ കോടതി അംഗീകരിച്ചു. അതോടുകൂടി ആകെയുള്ള പ്രതി ശശി ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് സംഘം എത്ര ശ്രമിച്ചിട്ടും ഡിങ്കൻ ശശി എന്ന ശശീന്ദ്രൻ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസ് സംഘത്തിന് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല. ശശീന്ദ്രൻ ഒരുപക്ഷെ മരിച്ചുപോയതുകൊണ്ടാകാം അയാളെക്കുറിച്ച് യാതൊരു വിവരവും എത്ര അന്വേഷിച്ചിട്ട് ലഭിക്കാത്തതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ച് ശശീന്ദ്രൻ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ജീവിക്കുന്നു എന്നുള്ളതാണ് ഹേമജയുടെ ബന്ധുക്കളുടെ ആരോപണം. ശശീന്ദ്രൻ എന്ന ഡിങ്കൻ ശശിക്കായുള്ള പോലീസ് സംഘത്തിന്റെ അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. വൈകാതെ തന്നെ ശശീന്ദ്രൻ പോലീസിന്റെ വലയിലാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും ഭാര്യയുടെ മരണശേഷം ഭാര്യയുടെ സ്വത്തിന്റെ അവകാശം ഭർത്താവിനാണ് ലഭിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഭാര്യയുടെ മരണത്തിന് ഉത്തരവാദിയായതുകൊണ്ട് തന്നെ ഭർത്താവ് ശശീന്ദ്രന് സ്വത്തുക്കൾ വിട്ടു നൽകരുതെന്ന് ഹേമജ ടീച്ചറുടെ കുടുംബം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ശശീന്ദ്രനെയും ആരെങ്കിലും അപായപ്പെടുത്തി കാണുമോ എന്നുള്ള സംശയവും ഇപ്പോൾ ഉയരുകയാണ്. എന്നിരുന്നാലും ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ വലയിൽ ഡിങ്കൻ ശശി എന്ന ശശീന്ദ്രൻ വൈകാതെ തന്നെ കുടുങ്ങുമെന്ന് പ്രതീക്ഷിക്കാം.